കരുവാരകുണ്ടിൽ ഇന്ന് നടന്ന അനുശോചന യോഗം പ്രവർത്തിക്കും എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. 1970-കളിലും 80-കളിലുമൊക്കെ ദേവസി എന്ന പാപ്പൻ്റെ അനുശോചന യോഗമാണ് നടന്നത്. വിവിധ രാഷ്ട്രീയ വാങ്ങാവുന്നതുമായ എല്ലാ ആനുകൂല്യങ്ങളും ഫണ്ടുകളും ശേഖരിച്ചുകൊണ്ട് കരുവാരകുണ്ടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നതിന് ഉതകുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത് കാര്യത്തിൽ ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ആ കാര്യത്തിൽ ദൈവം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സമകാലീനരും പ്രവർത്തനം നടത്തിയിരുന്ന ബഹുമാനരായ ആദരണീയരായ ആളുകളോട് പലരുമുണ്ട്. കുഞ്ഞാം മാസ്റ്ററുണ്ട്, ദേവസി എന്ന പപ്പൻ 93 വയസ്സുകാലം വെറുതെ ജീവിച്ച് മരണപ്പെട്ടതല്ല, ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ കരുവാരകുണ്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി സ്വാഗതം പറയുക എന്ന ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ അനുശോചന യോഗത്തിൽ മരണച്ചടങ്ങുകളിലും അതിനുശേഷം നടക്കുന്ന ഈ അനുശോചന യോഗത്തിലും പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള കരുവാരകുണ്ടിൽ ആദ്യമായി ട്രഷറി കൊണ്ടുവരുവാൻ മുൻകൈയെടുത്ത വ്യക്തി കൂടിയാണ് ദേവസി എന്ന പാപ്പൻ. ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ആദരണീയനായ കുഞ്ഞാം മാഷ് CPM പാർട്ടിയുടെ ആ കാലത്തെയും ഈ കാലത്തെയും മനുഷ്യത്തിനായ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്ന നമ്മളുടെ ഒരു നേതാവ് ഇന്ന് നമ്മളിൽ നിന്ന് വിട്ടകന്നിരിക്കുകയാണ്. കരുവാരകുണ്ടിന്റെ വികസന ചരിത്രത്തില് നാഴികക്കല്ലുകൾ പാകിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നഷ്ടം കരുവാരക്കുണ്ടുകാർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ ഒരു തീരാ നഷ്ടമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ കരുവാരകുണ്ടിൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുവാനും ട്രഷറി കൊണ്ടുവരുവാനും കരണ്ടിനും ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് പാപ്പൻ എന്ന ദേവസിയാട്ടെ. കരുവാരകുണ്ടിൽ താമസമാക്കിയ ആ കാലഘട്ടം തൊട്ട് 70-കളിൽ എന്നിവിടെ പറയുന്നുണ്ട്. 70-കളിൽ ഞാൻ SLCക്ക് പഠിക്കുകയാണ്. 70-71 ഞാൻ SLCക്ക് പഠിക്കുന്ന കാലഘട്ടം. അന്ന് മുതൽ ദേവസ്യാച്ചനായിട്ടുള്ള ബന്ധം, ദേവസ്യാച്ചനായിട്ടുമായി ബന്ധം ഉണ്ടാകാനുള്ള കാരണം കുടിയേറ്റ കർഷകരിൽ പലർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പല രാഷ്ട്രീയ പ്രവർത്തകന്മാരുണ്ടായിരുന്നു. ദേവസ്യാച്ചൻ എനിക്ക് തോന്നുന്നത് ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിരുന്നു. ഇവിടെ വന്നത് സജീവമായ കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷം അദ്ദേഹം നടത്തി. ബാക്കി കുടിയേറ്റ കർഷകരായി വന്നിരുന്ന ആളുകളൊക്കെ തന്നെ കൃഷിയും മറ്റു കാര്യങ്ങളും നടത്തുന്നതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരംഭകാല അദ്ദേഹം അവിടെ വന്ന് കുറച്ച് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തലമുറക്ക് ആലോചിച്ചാൽ അറിയില്ല. അന്ന് അത്ര പ്രയാസം. ആ പ്രയാസങ്ങൾ ഒരു സമ്മേളനം നടത്തണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരാവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ സ്വന്തം വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സജീവമായ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ പഠിക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ മക്കളും അതേ സ്റ്റൈലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും വ്യക്തിത്വങ്ങളാണ്. ദേവസ്യാച്ചൻ ഒരുപാട് സംഗതികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആദ്യം ഞാൻ ഓർക്കുന്നത്, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഇവിടെ വന്ന ട്രഷറിയാണ്. ട്രഷറി അന്ന് ദേവസ്യാച്ചൻ അന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ആ ട്രഷറി ഉണ്ടാവില്ല, ഉറപ്പാണ്. പിന്നീട് കുറെ വികസനങ്ങൾ വന്നപ്പോൾ കാലങ്ങൾക്ക് ശേഷം വരാമായിരിക്കും. പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ കരുവാരകുണ്ടിന്റെ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ട്രഷറി അത്ര അനിവാര്യമായിരുന്നില്ല. ഇവിടത്തേക്കാൾ അനിവാര്യമുള്ള വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ട്രഷറി വരുന്നതിന് മുമ്പ് ഇവിടെ ട്രഷറി വരാനുണ്ടായ കാരണം ദേവസ്യാച്ചൻ്റെ അങ്ങേയറ്റത്തെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ പരിശ്രമവും മാണിസാറിനോടുള്ള ബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അന്നത്തെ ട്രഷറി ആരംഭിച്ചത് ഇപ്പോഴത്തെ ലീഗ് ഓഫീസ് നിൽക്കുന്ന അതേ സ്ഥലത്ത്, അതിന് തൊട്ട് വേക്കിലാണ്. അന്ന് അവിടെ ഒരു പാരൽ കോളേജ്. ബഹുമാനപ്പെട്ട ഉമ്മർ XMLA, മറ്റ് ഈ കരുവാരകുണ്ട് നിവാസികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, സൗഹൃദരെ,
ഏതാണ്ട് വിവിധ രാഷ്ട്രീയ 1970 പാർട്ടികളുടെ നേതാക്കൾ, വ്യാപാരി, വ്യവസായി പാലായിക്കടുത്ത് അംഗങ്ങൾ, മറ്റ് കൊടുവനാൽ സാമൂഹിക കുറവിലങ്ങാട് രംഗത്തുള്ള നിന്ന് പ്രവർത്തകർ എല്ലാവരും കരുവാരക്കുണ്ടിലേക്ക് അനുശോചനം കുടിയേറി പാർക്കുകയും തൻ്റെ സുദീർഘമായ 94 വർഷത്തെ ജീവിതത്തിൽ വിശ്വാസത്തിലും വിശ്വസ്തയോടും കൂടി ജീവിതം പൂർത്തിയാക്കി ഏറ്റവും ധന്യമായി ഈ നാടിനോട് വിട പറഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ദേവസ്യാച്ചൻ. എൻ്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകുവാനും സംസാരിക്കുവാനും പല രീതിയിൽ ഈ വീട്ടിൽ ഒരുപാട് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം ആശുപത്രിയിലാകുന്നതിന് മുമ്പും ഞാൻ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കാണുവാനും കുറച്ച് സമയം സംസാരിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. സുദീർഘമായ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മലപ്പുറം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ ഈ പ്രദേശത്തൊക്കെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഒരു മനുഷ്യൻ ഈ നാടിനോട് എങ്ങനെയാണോ ജീവിച്ച് കടന്നു പോകുന്നത് അത് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അടയാളപ്പെടുത്തി അത് തൻ്റെ ചെയ്തികൾ മൺമറഞ്ഞാലും അത് എന്നും ജനതയും സമൂഹവും നാടും ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ അദ്ദേഹം തൻ്റെ പ്രവൃത്തി കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം 3:30-4 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയത് മുതൽ ഇന്ന് ഈ സിമിത്തേരി കല്ലറയിൽ അടക്കപ്പെട്ട സമയം വരെ ഉണ്ടായ വലിയ ജനാവലിയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ അണമുറിയാത്ത അദ്ദേഹത്തിന് നിത്യശാന്തി നേരട്ടെ എന്ന് ഞാൻ ഈ മേഖലയിൽ നമുക്കറിയാം വലിയൊരു പൗരാവലി ഈ കരുവാരുകൊണ്ട് കാലാവ് മേഖലയുടെ ഒരു പരിച്ഛേദം തന്നെ ഈ സ്റ്റേജിലും അതുപോലെ തന്നെ ശ്രോതാക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തോട് ആദരവ് അർപ്പിക്കുന്ന ഈ അവസാന നിമിഷത്തിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഉമർ മാഷൂടെ സൂചിപ്പിച്ചു. ഈ കരുവാരുകുണ്ടിന്റെ വികസനത്തിൽ തൻ്റെതായ മുദ്രകൾ പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു നേട്ടങ്ങൾക്കും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരന്റെ വ്യത്യസ്തനാക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ആ മഹത്വം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അദ്ദേഹം ഈ നാട്ടിലെ ജനതയെ സേവിച്ചു. കരിങ്ങന്തോടി പ്രദേശത്താണ്. എനിക്ക് ഏകദേശം ഈ 72-ലാണ് ദേവസ്യേട്ടൻ ഇവിടെ വരുന്നത്. ആ കാലത്ത് ഞാനൊരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിൽ ജീവിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കേരള കോൺഗ്രസിന്റെ ഒരു മെമ്പർഷിപ്പ് ജോർജിൽ നിന്ന് വാങ്ങുകയും അതിനുശേഷമാണ് ദേവസ്യേട്ടനെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ദേവസ്യേട്ടൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആളാണ്. ഇന്നും ഈ ഭരിക്കുമ്പോഴും അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആളാണ്. മറ്റുള്ളവരൊക്കെ ഞാനൊക്കെ പല രാഷ്ട്രീയ പാർട്ടിയിലേയും മാറിയെങ്കിലും അദ്ദേഹത്തെ പ്രസ്ഥാനത്തെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒന്നായിരുന്നുകൊണ്ട് അദ്ദേഹം ഭരിക്കുവോളം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പകാലത്ത് കിഴക്കേത്തിലെ അങ്ങാടി 2-3 കടയുള്ളൂ. 93 വയസ്സുകാരൻ ജീവിതത്തിൽ നാട്ടുകാർക്കും നാടിനും നന്മ ചെയ്താണ് അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അദ്ദേഹത്തിന് നന്മകൾ നേർന്നു. കണ്ണത്ത് പള്ളി കല്ലറയിൽ നടന്നത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം ഇതിനു മുമ്പ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ച പോലെ കരുവാരുകുണ്ടിൽ ഒരു ഇവിടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയുണ്ടായി. കുടിയേറ്റ കർഷകരിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ കരുവാരുകുണ്ടിനെ ഉയർത്തി കളിച്ച് കുറെ ഭൂമിയൊക്കെ വിറ്റ് ബാക്കി കിട്ടിയ ഭൂമി വിറ്റ് കരുവാരുകുണ്ട് വന്ന് ഭൂമി വാങ്ങിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു ഫിനിക്സ് പക്ഷിയുടെ ചാരത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് പോലെയാണ് താഴ്ത്തൽ കുടുംബത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം രാഷ്ട്രീയം കളിച്ച് രാജ്യത്തെ സേവിച്ച് നാട്ടുകാരെ സേവിച്ച് വല്യപ്പൻ സമ്പാദിച്ചിരുന്ന സ്വത്തൊക്കെ വിറ്റ് പാപ്പരായി ചാരത്തിൻ്റെ അടിയിൽ വരെ എത്തിയ താഴ്ത്തൽ കുടുംബം മക്കളിലൂടെ അദ്ദേഹത്തിന്റെ നന്മ പ്രവർത്തികളെ മക്കള് സാക്ഷ്യം പിടിച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് പരിശ്രമിച്ചതിന്റെ പേരിൽ മാത്രം വിജയിച്ച ഒരു കുടുംബ കഥയാണ് താഴ്ത്തൽ കുടുംബത്തിൻ്റെത്. വളരെ വ്യക്തിപരമായ അടുപ്പമുള്ളത് കൊണ്ടും കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിയുന്നത് കൊണ്ടും ആണ് ഇത്ര വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നത്. പലപ്പോഴും സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സമയത്തും അവരുടെ അടുത്തേക്ക് പാപ്പന്റെ അടുത്തേക്കാണെങ്കിലും മാത്തച്ഛൻ്റെ അടുത്തേക്കാണെങ്കിലും തമ്പിയുടെ അടുത്തേക്കാണെങ്കിലും
ജെയിംസിൻ്റെയോ ജോയിയുടെ ഒക്കെ അടുത്തേക്കാണല്ലോ ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ ചെന്നാൽ വായ്പ മേടിച്ചിട്ടെങ്കിലും അവർ ആൾക്ക് കൊടുത്തിരിക്കും. ചെറിയൊരു സംഭവം നമ്മുടെ ഇപ്പം അവരുടെ ബേക്കറി നടക്കുന്നുണ്ട് മേലാറ്റൂര്. ആ ബേക്കറിയിൽ ചെന്നിട്ട് എല്ലാമായി ഇവിടെ എത്തിച്ചേർന്നു. നമ്മൾ ഇത്തരത്തിലുള്ള അനുശോചന യോഗങ്ങളൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് നടത്തുന്നത് അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന തലമുറ അതിനെ ഒരു മോഡലാക്കി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ടാണ് ജനങ്ങളുടെ എല്ലാം വലിയ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിത കാലഘട്ടവും സമ്പുഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവരും മടങ്ങിപ്പോയത്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജെയിംസ് മാഷ്, കുഞ്ഞാമാഷ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ജോജി ഒക്കെ അടക്കമുള്ള നേതാക്കളെ, സഹോദരന്മാരെ, ഞാൻ മുസ്ലിം ലീഗ് പാർട്ടിയെ പ്രതികരിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മക്കളും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മൂന്നാമത്തെ ആളാണ്, അധികപ്പറ്റാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പാർട്ടിയുടെ നിലവിലുള്ള പ്രസിഡന്റ് എന്ന നിലയിൽ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ടി ജെ ദേവസ്യ, താഴത്തെ ദേവസ്യേട്ടൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുമായി, മുസ്ലിം ലീഗുമായി വളരെ അടുപ്പമുള്ള, അവിടെ പീറ്റർ പറഞ്ഞതുപോലെ അന്ന് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുള്ളപ്പു ഹാജി, അതുപോലെ ദേവസ്യേട്ടൻ, തങ്കുട്ട, മമ്മു ഹാജി, ഇവിടെ GC മാഷ് സൂചിപ്പിച്ച ഉണ്ണിമാക്ക, അതുപോലെ അപ്പുറത്ത് സജീവമായി രംഗത്തുണ്ടായിരുന്ന കുഞ്ഞാമാഷ്, ഇവരൊക്കെ കരുവാരക്കുണ്ടിന്റെ ഈ കാണുന്ന കരുവാരക്കുണ്ട് 70കളിലും 80കളിലും ഉണ്ടായിരുന്ന കരുവാരക്കുണ്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കരുവാരക്കുണ്ടാണ്. ആ കരുവാരക്കുണ്ടിനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായ ഇവരൊക്കെ. അതിൻ്റെ കൂടെ നിന്ന അന്നത്തെ യുവ നേതാവാണ് ഉമ്മർ സാഹിബ്. അങ്ങനെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഈ ഒരു അയൽവാസിയായി കുറച്ചു കാലം കുട്ടത്തിയിൽ താമസിച്ചിട്ടുണ്ട്. അക്കാലം മുതൽ അന്നൊക്കെ നമ്മുടെ മാത്യു സെബാസ്റ്റ്യനൊക്കെ മൂക്കിൽ വെള്ളം വന്ന് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിൽ അവരുടെയൊക്കെ ചെറുപ്പത്തിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാളാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദേവസ്വേട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതിനൊരു